ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ദേവിക സ്റ്റോറി ക്രിയേഷൻസ്. ഇന്നൊരു അടിപൊളി കഥയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഥ കേൾക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അതിനുശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. നമ്മുടെ സ്റ്റോറി അപ്പോൾ എല്ലാവരും ക്യൂരിയസ് ആയി കാത്തിരിക്കല്ലേ, എന്താണെന്ന് ഐഡിയ ഉണ്ടോ? ഒരു അമ്മയച്ഛൻ്റെയും മരുമോളുടെയും കഥയായാലോ? രസല്ലേ? അപ്പോൾ കഥയിലേക്ക് നമ്മൾ പോവാണേ. അതിനു മുന്നേ ലൈക്കിന്റെ കാര്യം മറക്കരുത് കേട്ടോ. കഥ നടക്കുന്നത് പാലക്കാടാണ്, ഒരു നാട്ടിൻ പുറം. അവിടെ ഓട് മേഞ്ഞിട്ടുള്ള ഒരു തറവാട് വീട്. പഴയ തറവാടാണ്, എങ്കിലും ഇപ്പോഴും പുതുക്കി പണിത് നല്ല സൂപ്പറായി തന്നെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് അധ്യാപകനായ രവീന്ദ്രൻ മാഷിന്റെ വീട്. രവീന്ദ്രൻ മാഷ് എന്ന് പറഞ്ഞാൽ ആ പരിസരത്തെ എല്ലാവരും അറിയും. ബഹുമെടുക്കനാ. കുട്ടികളെ പഠിപ്പിച്ചിട്ട് മികച്ച അധ്യാപകനുള്ള അവാർഡൊക്കെ ഒരു പ്രാവശ്യം വാങ്ങിച്ചിരുന്നു. ഇപ്പോൾ ആൾക്ക് ഏതാണ്ട് 60 വയസ്സായി. വിരമിച്ചു. കുടുംബവും ഭാര്യയും ഒക്കെയായി സമാധാനത്തോടെ ഒരു ജീവിതം നയിക്കുകയാണ്. ഭാര്യയ്ക്ക് ഏതാണ്ട് 55 വയസ്സായി. രാധാമണി ടീച്ചർ. പുള്ളിക്കാരിയും റിട്ടയർഡ് ടീച്ചറാണ് കേട്ടോ. എങ്കിലും ഇപ്പോഴും എന്തൊക്കെയോ ജോലികളൊക്കെയായി ഇങ്ങനെ പോകുന്നുണ്ട്. ഓരോ സംഘടനയിലൊക്കെ പ്രവർത്തിക്കുകയാണ്. പാലിയേറ്റീവ് കെയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ആക്റ്റീവാണ് കക്ഷി. ഇവർക്ക് രണ്ടുപേർക്കും അല്പം ലേറ്റായിട്ടാണ് കുട്ടി ഉണ്ടായത്. രാഹുൽ എന്നാണ് പേര്. രാഹുലിന് ഇപ്പോൾ 27 വയസ്സായി. കല്യാണമാണ് ഈ വരുന്ന അടുത്ത മാസം തന്നെ. രാഹുൽ സെറ്റിലായിരിക്കുന്നത് UK കേട്ടോ. UK പഠിക്കുന്ന നല്ല ഒന്നാം തരം യുവാവായിരുന്നു രാഹുൽ. അവിടെ തന്നെ ജോലിയും സെറ്റിലായി. അച്ഛനെ അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നാണ് അവന്റെ ആഗ്രഹം. നാട്ടിൻ പുറവും ഈ നാടും വീടും വിട്ടു പോകാനുള്ള മടി കൊണ്ടാവും. രവീന്ദ്രൻ മാഷും ടീച്ചറും സമ്മതിക്കുന്നില്ല. ഞങ്ങൾ വരുന്നില്ല എന്ന് തന്നെ അവര് പറയുന്നേ. പിന്നെ കല്യാണത്തിന് ശേഷം നിന്റെ ഇഷ്ടം. ഭാര്യ ആയിട്ട് വരുന്ന ആ കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളെ കൊണ്ടുപോയിക്കോ. ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളെ വിട്ടേക്ക് ഈ വയസ്സാം കാലത്ത്. അവർ പറഞ്ഞൊഴിവാകും. എങ്കിൽ എന്റെ കൂടെ UK വരാൻ താല്പര്യമുള്ള ഒരു പെൺകുട്ടിയെ തന്നെ വധുവായിട്ട് വേണം. അവനും അവന്റെ ആഗ്രഹം പറഞ്ഞു. കുറച്ചു നാളായി വിവാഹത്തിന് വേണ്ടി അന്വേഷണം തുടങ്ങിയിട്ട് മനസ്സിന് പിടിച്ച ആലോചനകളൊന്നും വരുന്നില്ല. അങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഈ കല്യാണാലോചന വരുന്നത്. നയന എന്ന പെൺകുട്ടിയുടെ പേര്. അവൾ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. BCom ആണ്. അവിടെ ചെന്നാൽ എന്തായാലും തിരക്കിട്ടില്ലാത്ത ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിനോ ചേരാൻ പറ്റും. നയനയെ കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ രാഹുലിന് ഓക്കേ വന്നിട്ടുണ്ട്. എന്നാൽ പെണ്ണ് കാണണമല്ലോ. പെണ്ണ് കാണാൻ ചെന്നു. 2 കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി. രാഹുൽ നയനയെ എന്തായാലും UK കൊണ്ടുപോകുന്നതായപ്പോൾ നയനയുടെ വീട്ടുകാർക്കും വളരെ സന്തോഷം. ആഹാ, ചേച്ചിക്ക് കോളടിച്ചല്ലോ. നയനയുടെ അനിയത്തിയാണ്. എപ്പോഴായിരിക്കും UK കൊണ്ടുപോവുക? വിവാഹ തീയതി നിശ്ചയിക്കുന്നതിന് മുന്നേ തന്നെ അമ്മായിമാരൊക്കെ തിടുക്കം കൂട്ടി തുടങ്ങി. അത് ഞാനിപ്പോൾ തിരിച്ചു പോകുന്നത് 2 മാസം കഴിഞ്ഞിട്ടാണ്. അതിനുശേഷം ഒരു 6 മാസം. അതിനുള്ളിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ പൂർത്തിയാക്കി എനിക്ക് നയനയെ കൊണ്ടുപോകാൻ പറ്റും. അമ്പടി, കൊള്ളാലോ. എല്ലാവർക്കും സന്തോഷമായി. ഒരുപാട് ദിവസത്തെ ലീവൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 2 മാസത്തിനുള്ളിൽ ലീവും ഹണിമൂണും കല്യാണവും വിരുന്നും ഒക്കെ കഴിയണ്ടേ. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണം വെച്ചു. ഒരുപാട് ആൾക്കാരെയൊന്നും വിളിക്കാതെ വളരെ ലളിതമായൊരു ചടങ്ങ്. അതിനുശേഷം നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി നല്ല 1.5 റിസപ്ഷനും. അത്യാവശ്യം മോഡേൺ പെൺകുട്ടിയായിരുന്നു നയന. രാഹുലും അതെ, നല്ല ഫ്രീക്കൻ. കാണാൻ രണ്ടുപേരും നല്ല മാച്ചാണ്. നമ്മുടെ പൃഥ്വിരാജിനെയും സുപ്രിയയും പോലെ. പൊക്കം കുറവാണ് നയനയ്ക്ക്. അതാണ് അവളുടെ ആ ക്യൂട്ട്നെസ്സും. ഒരുപാട് ദിവസത്തെ ഫോൺ സല്ലാപത്തിനൊക്കെ ശേഷമാണ് രണ്ടുപേരുടെയും വിവാഹം കേട്ടോ. അതുകൊണ്ട് കാര്യപരിപാടികൾ നടക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അല്പം ധൃതി ഉണ്ടായിരുന്നു രാഹുലിന്. കാരണം ഒരുപാട് നാളായി കാത്തു കിട്ടിയ ഒരു മുഹൂർത്തമായിരുന്നു ഇത്. അവളെ കണ്ടപ്പോൾ തുടങ്ങി ഇഷ്ടം തുടങ്ങിയതാണ്. അതിനുശേഷം ഓരോ കാര്യങ്ങൾ ഫോണിൽ സംസാരിച്ച് വരുമ്പോഴേക്കും മനുഷ്യനല്ലേ, പല നിമിഷങ്ങളിലും കൈവിട്ടു പോയിരുന്നു.
അവൾക്കും അത് മനസ്സിലാവും. ആദ്യ പ്രണയമായിരുന്നു രാഹുൽ അവളുടെ. കല്യാണത്തിന് ശേഷം പ്രണയിക്കുന്നതും ഒരു പ്രത്യേക സുഖമാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യ രാത്രി തന്നെ രണ്ടുപേര് ആദ്യമായി പരസ്പരം അറിഞ്ഞു. അത് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ഒരു മേളമായി. വലിയ തറവാട്ട് വീട്ടിൽ മുകളിലത്തെ നിലയിലായിരുന്നു രണ്ടാളും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് താഴെയുള്ള അച്ഛനെയും അമ്മയെയും ഇവരുടെ ഈ പരിപാടികളൊന്നും ബാധിക്കാറില്ല. മുകളിലത്തെ നിലയിൽ രണ്ടുപേരും സ്വൈര്യമായി തന്നെ വിഹരിക്കാൻ തുടങ്ങി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ രണ്ടുപേരും കഥ കടിച്ച് മുറിയിൽ തന്നെ ഇരുത്തായി. അങ്ങോട്ടും ഇങ്ങോട്ടും തേൻ നുകരുന്ന പൂമ്പാറ്റയെയും പൂക്കളെയും പോലെ. അച്ഛനും അമ്മയ്ക്കും അവരുടെ ഈ സമയം മനസ്സിലാവും. എല്ലാ രീതിയിലും അവരെ ശല്യപ്പെടുത്താതെ അച്ഛനും അമ്മയും പൂർണ്ണമായി സഹകരിച്ചു പോന്നു. അതിനിടയിലാണ് ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്. നല്ല 1.5 വയനാട് ട്രിപ്പും കഴിഞ്ഞിട്ട് രണ്ടുപേരും തിരിച്ചെത്തി. എങ്ങനെ ഉണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? സൂപ്പറായിരുന്നു അമ്മേ. നല്ല തണുപ്പായിരുന്നു അവിടെ. അത് പറഞ്ഞത് നയനയാണ്. തണുപ്പാണെന്ന് അവൾ ഒരു നിമിഷം പറഞ്ഞ് നാണത്തോടെ താഴേക്ക് നോക്കി ചിരിച്ചു. അമ്മായിയമ്മ ആവട്ടെ അമ്മായി അച്ഛനെ നോക്കിയ ഒരു ചിരി. അവൾക്ക് പെട്ടെന്ന് നാണം വന്നു. ഓടി അകത്തേക്ക് കയറി. അവിടെ നിന്ന് കൊണ്ടുവന്ന തേയിലയും ചോക്ലേറ്റ്സും എന്ന് വേണ്ട വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള പല കൂട്ടം സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് അമ്മയ്ക്കും അച്ഛനും ഒക്കെയായി സമ്മാനിച്ചു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞുപോയി. രാഹുലിന് തിരിച്ചു പോവാൻ സമയമായിട്ടുണ്ട്. അവളുടെ ആ മുഖം വീർത്തു തന്നെ ഇരിക്കുകയാണിപ്പോൾ. സങ്കടം സഹിക്കാൻ വയ്യ. എത്ര ദിവസമായി ഈ കരച്ചിൽ തുടങ്ങിയിട്ട്? ഒന്ന് നിർത്തുന്നയനെ. നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എനിക്ക് അവിടെ പോയി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 1-2 ആഴ്ചയ്ക്കുള്ളിൽ പേപ്പർ വർക്ക് ചെയ്യാൻ തുടങ്ങും. 6 മാസം കൂടെ ഉള്ളൂടാ. അത് കഴിഞ്ഞാൽ എൻ്റെ കൂടെ വരാലോ. മോൾക്കിവിടെ എന്താ കുറവ്? നമ്മുടെ അച്ഛനും അമ്മയില്ലേ, എപ്പോ വേണമെങ്കിലും വീട്ടിലേക്കും പോവാലോ. പേടിക്കണ്ടാട്ടോ. ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്നുമല്ല, ഇത്രയും ദിവസം ആ ചൂട് പറ്റി ഉറങ്ങി ശീലിച്ചു പോയില്ലേ, അത് മാറ്റണമല്ലോ. അതായിരുന്നു അവളെ ഏറെ വിഷമിപ്പിച്ചത്. രാഹുൽ തിരിച്ചുപോയി. എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ കരച്ചിലാണ്. വീട്ടിലെത്തിയിട്ടും അവൾക്ക് ഇതുവരെ ആ വിഷമം മാറിയിട്ടില്ല. ചങ്കു പറയുന്നത് പോലെയാണ് സങ്കടത്തോടെ അവനും പോയത്. ആ ദിവസത്തെ രാത്രിയിലെ ഉറക്കമായിരുന്നു അവൾക്ക് ഏറ്റവും ഭീകരം. ഈ വീട്ടിൽ വന്നതിന് ശേഷം തനിച്ചു കിടന്നുറങ്ങുന്നത് ആദ്യമായിട്ടാണ്. അന്ന് രാവിലെ അമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹാളിലെ സോഫയിൽ കിടന്നുറങ്ങുകയാണ്. മോളെ, നയനെ, നീ എന്താ ഇവിടെ കിടക്കുന്നേ? മുറിയിലല്ലേ കിടന്നത് ഇന്നലെ? എനിക്ക് പേടിയാ അമ്മേ, ഒറ്റയ്ക്ക് കിടക്കാൻ വയ്യ. രാഹുലേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെയാ കിടന്നേ. എനിക്ക് പേടിയായിരുന്നു. മോൾക്ക് എന്നാ പറഞ്ഞൂടായിരുന്നോ? എന്നാല് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ അമ്മ വന്ന് മുകളിൽ കിടക്കാം, അല്ലെങ്കിൽ താഴത്തെ മുകളിൽ റൂമിൽ തന്നെ നമുക്ക് രണ്ടിനും കൂടെ കിടക്കാം. അച്ഛനടുത്ത മുറിയിൽ കിടന്നോട്ടെ. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, അവൾ പറഞ്ഞു. രാത്രി രാഹുൽ ഫോൺ വിളിക്കുന്ന സമയത്ത് അവൾ ഫോണുമായി മുകളിലേക്ക് പോകും. അവിടെ നിന്നിട്ടാണ് അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളെല്ലാം. എവിടെ? കാണട്ടെ. എന്ത്? ആഹാ, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുന്നേ താലോലിച്ചു വെച്ചതൊക്കെ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ. രാഹുൽ ഫോണിലൂടെ അവളുടെ അടുത്ത് കെഞ്ചുകയാണ്. അടി കൊള്ളും രാഹുലേട്ടാ, വേണ്ടാട്ടോ, പ്ലീസ് പ്ലീസ് പ്ലീസ്, അങ്ങനെ പറയല്ലേ. ഒടുവിൽ അവൾ ഓരോന്നായി ആ ഫോൺ സ്ക്രീനിലേക്ക് കാണിക്കാൻ തുടങ്ങി. കൊതിയോടെ രാഹുൽ അത് കണ്ണുകൊണ്ട് നുകർന്നു. ഒടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സ്വയം സുഖിക്കുന്ന വീഡിയോസ് ഫോണിലൂടെ ആശ്വാസം കണ്ടെത്തുന്നത്. പിന്നീടുള്ള ദിവസങ്ങളൊക്കെ ഈ വീഡിയോ കോൾ തന്നെയായിരുന്നു രണ്ടാൾക്കും ശരണം. ഈ ലോങ് ഡിസ്റ്റൻസിലുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ആശ്വസിക്കുന്നത്. അവളും അവനും മനസ്സിലോർത്തു. ദിവസങ്ങൾ കടന്നുപോയി. അച്ഛന് ചെറിയ കൃഷിപ്പണിയൊക്കെ ഉണ്ട് വീടിന് മുന്നിലായി. മണ്ണിൽ ഓരോ കൂട്ടം നട്ടുവെക്കും. അതുകൊണ്ട് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെയാണ് വീട്ടിലെ സ്ഥിരം ഭക്ഷണം. അമ്മയ്ക്കും അങ്ങനെ തന്നെ. അമ്മയും ഇപ്പോൾ ഈയിടെ ഭയങ്കര തിരക്കിലാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ മോളെ എല്ലാം റെഡിയാണ് കേട്ടോ, അമ്മ പോയി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങും. അധിക സമയവും അവളെ അടുക്കളയിൽ കയറ്റാറില്ല. മോൾക്ക് ഇതൊന്നും ശീലമില്ലല്ലോ, അമ്മയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അവൾ ഓർക്കും, ഇത്രയും സ്നേഹമുള്ള അച്ഛനെയും അമ്മയും കിട്ടിയത് തന്റെ ഭാഗ്യമാണ്, അതുപോലെ തന്നെയുള്ള ഭർത്താവും. അവളുടെ മനസ്സ് പലപ്പോഴും സന്തോഷം കൊണ്ട് നിറയുമായിരുന്നു. കുറച്ചുനാൾ കഴിയുമ്പോൾ തങ്ങളുടെ കൂടെ ഒരു കുഞ്ഞുവാവ കൂടെ വരും.
എത്ര സന്തോഷമുള്ള മുഹൂർത്തങ്ങളായിരിക്കും അതൊക്കെ. അവൾ സന്തോഷത്തോടെ ഓർത്തു. ഇവിടെ ഇനി ഭർത്താവിന്റെ ഒപ്പം വിദേശത്തേക്ക് പോവാനുള്ളത് കൊണ്ട് പുതിയ ജോലിയൊന്നും നോക്കാൻ അവൾ കൂട്ടാക്കിയില്ല. പകരം ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ കൂടെ പുറത്തുപോയും അച്ഛന്റെ കൃഷിപ്പണിയിലൊക്കെ കൂട്ടുകൂടിയുമൊക്കെ ഇങ്ങനെ പോയി. അധിക സമയവും ഇപ്പോൾ അച്ഛനും അവളും തനിച്ചാണ്. കൃഷിപ്പണിയുടെ ഇടയ്ക്ക് അച്ഛൻ വന്ന് കയറുമ്പോൾ ഊടൊക്കെ വിളമ്പിക്കൊടുത്ത് അവൾ ഓരോ ദിവസവും അങ്ങനെ തള്ളി നീക്കും. അതിനിടയിലാണ് ഒരു ദിവസം അമ്മയുടെ കൂടെയായിരുന്നു അവൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. പേടിയായതുകൊണ്ട് ഇപ്പോൾ താഴത്തെ അച്ഛന്റെ അമ്മയുടെയും മുറിയിലാണ് കേട്ടോ അവൾ കിടക്കുന്നത്. അച്ഛനും അമ്മയും ഇപ്പോൾ രണ്ടും മുറിയിലായി അവൾക്ക് വേണ്ടി. അമ്മയും നയനയും ഒന്നിച്ചു കിടക്കും. അടുത്തുള്ള മുറിയിലോ അച്ഛനും കിടക്കും. എന്നാൽ അച്ഛനും അമ്മയും കിടക്കുന്ന ഈ മുറിയിൽ ഒരു ചെറിയ കിളിവാതിൽ പോലെ ഉണ്ട്. അവൾക്കറിയില്ല അതിലെന്താണെന്ന്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു പത്തായപ്പുരയാണെന്നോ മറ്റോ തോന്നും. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഇറങ്ങി വരുന്നവൾ കാണാറുണ്ട്. എന്താണെന്ന് അന്വേഷിക്കാനോ ചോദിക്കാനോ പോകാറില്ല. ചിലപ്പോൾ പൂജാമുറിയാവും. അവൾ അങ്ങനെ വിചാരിച്ചു. ആ മുറി എപ്പോഴും പൂട്ടിയായിരിക്കും വിട്ടിട്ടുണ്ടാവുക. അച്ഛന്റെ അടുത്താണ് താക്കോലുള്ളത്. ഒരു ദിവസം രാത്രിയിൽ ഉറക്കത്തിനിടയിൽ രാഹുലിന് മെസ്സേജ് വന്നതുകൊണ്ട് അവൾ ഞെട്ടിയെഴുന്നേറ്റ് ഫോൺ എടുത്തപ്പോഴേക്കും അവിടെ നിന്ന് തുരുതുരാ മെസ്സേജാണ്. ഇവള് മെസ്സേജ് അയച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇരുട്ടിലൊരു നിഴൽ പോലെ. അവൾ അറിഞ്ഞില്ല അത് ആരാണെന്ന്. അല്പസമയം കഴിഞ്ഞപ്പോൾ അത് ആ ഡോർ തുറന്നകത്തേക്ക് വരുന്നത് അച്ഛനാണ്. അവൾ ഫോൺ മാറ്റിവെച്ച് അറിയാത്തതുപോലെ കിടന്നു. അപ്പോഴതാ അടുത്തേക്ക് വരുന്നുണ്ട് അച്ഛൻ. അച്ഛൻ എന്തായിരിക്കും? ചിലപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരുന്നതാവും. മരുന്നെന്തേലും കഴിക്കാൻ മറന്നിട്ടുണ്ടാവും. അവൾ മനസ്സിലോർത്തു. എന്നാൽ അച്ഛൻ എന്തിനാണ് പതുങ്ങുന്നത്? അതവൾക്ക് മനസ്സിലായില്ല. അല്പസമയം വന്ന് തന്റെ അടുത്ത് നിന്ന് ശരീരത്തേക്ക് തുറച്ചു നോക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. ഇടം കണ്ടിട്ട് നോക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അത് കണ്ടുപിടിക്കണ്ട എന്ന് വെച്ച് കണ്ണടച്ച് തന്നെ കിടന്നു. കാൽപെരുമാറ്റം അകന്നു പോകുമ്പോഴാണ് അവൾ കണ്ണു തുറക്കുന്നത്. അവൾ നോക്കി നിൽക്കെ അച്ഛൻ ആ കിളിവാതിൽ പോലെയുള്ള ഡോറ് താക്കോൽ കൊണ്ട് തുറന്ന് അകത്തേക്ക് കയറി കതകടച്ചു. അല്പസമയം കഴിഞ്ഞിട്ടാണ് അച്ഛൻ പുറത്തേക്ക് വരുന്നത്. അല്പസമയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3/4 മണിക്കൂറിനടുത്ത് എടുത്തു കേട്ടോ. ആ സമയത്തിന് ശേഷം അച്ഛൻ പുറത്തിറങ്ങി താക്കോലിട്ട് പൂട്ടി. അതാ കതക് പൂട്ടി പുറത്തേക്ക് പോകുന്നു. ആഹാ, ഇതെന്ത് സംഭവമാണ്? കൊള്ളാമല്ലോ. ഏതാണ്ട് അടുത്ത ദിവസവും അവൾ ഉറക്കത്തിനിടയിൽ ഇതുപോലെ ഞെട്ടി. കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ തലവഴി പുതപ്പിട്ടത് കൊണ്ട് കണ്ണു തുറക്കാൻ അവൾക്ക് മടിയില്ലായിരുന്നു. അച്ഛൻ തന്റെ ദേഹത്തേക്ക് തന്നെയാണ് തുറച്ചു നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ശങ്ക പൊട്ടിപ്പുറപ്പെട്ടു. എന്തായിരിക്കും അച്ഛൻ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? അവൾക്ക് പേടിയായി. അല്പസമയത്തിനകം അവൾക്ക് ബോധം വീണു. ഈശ്വര, വസ്ത്രമൊക്കെ നേരെ തന്നെ അല്ലായിരുന്നോ? അവൾ പിടിച്ചു നോക്കി. അതെ, ടോപ്പെല്ലാം നന്നായി തന്നെ കിടക്കുന്നുണ്ട്. ചുരിദാറാണ് വേഷം. ഒന്നും കാണാനുള്ള ഗ്യാപ്പൊന്നുമില്ല. ശടാ, ഇതിപ്പോ നല്ല കഷ്ടമായല്ലോ. തനിക്ക് ഈ വീട്ടിൽ തീരെ പ്രൈവസി ഇല്ലേ? മുകളിലത്തെ മുറിയിലാണെങ്കിൽ ഒരു തരത്തിലും കിടക്കാൻ നിർവാഹമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഭർത്താവിനോട് പറയണോ? വേണ്ട. അച്ഛനെ താൻ തെറ്റിദ്ധരിക്കാൻ തുടങ്ങുന്നെന്ന് രാഹുൽ അറിഞ്ഞാൽ ചിലപ്പോൾ വിഷമമാവും. അതുകൊണ്ട് അവൾ അതൊന്നും പറയാതിരുന്നു. പിന്നീട് അച്ഛനോടുള്ള അവളുടെ സമീപനത്തിനും മാറ്റം വന്നു. ചെറിയ രീതിയിൽ ഗ്യാപ്പിടാൻ തുടങ്ങി. തികച്ചും നാച്ചുറലായി തന്നെ അച്ഛൻ അവളുടെ അടുത്ത് ഓരോ രീതിയിൽ സംസാരിച്ചു തുടങ്ങി. അതിനിടയിൽ മുട്ടിയുരുമാൻ കിട്ടുന്ന ഒരു നിമിഷം പോലും അച്ഛൻ പാഴാക്കുന്നില്ല. അച്ഛന്റെ പെരുമാറ്റത്തിൽ ചെറിയ രീതിയിൽ തന്നെ മിസ്റ്റേക്ക് തോന്നി തുടങ്ങി നയനയ്ക്ക്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇതെന്താണ് ഇതിന്റെ രഹസ്യമെന്ന് കണ്ടുപിടിക്കണമല്ലോ. തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ അച്ഛൻ കാണാൻ തുടങ്ങിയിട്ടുണ്ടാകുമോ? അവൾ മനസ്സിലോർത്തു. ദിവസങ്ങൾ കടന്നുപോയി. രാഹുലുമായിട്ടുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിനിടയിലാണ് അവൾ. ഇപ്പോൾ ഉള്ളത് മുകളിലത്തെ മുറിയിലാണേ. നല്ല തണുപ്പും മഴയുമുള്ള ദിവസമായിരുന്നു അന്ന്. അമ്മ പതിവ് പോലെ പുറത്തു പോയിരിക്കുകയാണ്. അതിനിടയിലാണ് കതകിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള നിഴലനക്കം കാണുന്നത്. പുറത്തേക്ക് വന്നവൾ നോക്കുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുന്ന അച്ഛനെയാ കണ്ടത്. ഈശ്വര,
ഒരു നിമിഷം അവൾ തലയിൽ കൈവച്ചുപോയി. കാരണം കതക് മുഴുവനും തുറന്നിട്ടിരിക്കുകയാണ്. കതക് മാത്രമല്ല, ജനലും. ആരും ഇങ്ങോട്ടേക്ക് കയറി വരില്ല എന്നുള്ളൊരു ധൈര്യത്തിന്. കുറച്ചു സമയം വരെ താൻ എന്തൊക്കെയാണ് ഫോണിന് മുന്നിൽ കാണിച്ചു കൂട്ടിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും സുഖിക്കാൻ വേണ്ടി പരസ്യമായി തന്നെ എല്ലാം തുറന്നു കാണിച്ചിരുന്നു. ഇതൊക്കെ അച്ഛൻ കണ്ടു കാണുമോ? എന്തൊക്കെ വൃത്തികേടുകളാണ് താൻ ഫോണിലൂടെ പറഞ്ഞത്. അതൊക്കെ കേട്ടിട്ടുണ്ടാകുമോ? അവളുടെ നെഞ്ച് വല്ലാതെ ഇടിച്ചു തുടങ്ങി. ടെൻഷനായിപ്പോയി നയനയ്ക്ക്. അച്ഛൻ എന്തിനാണ് തങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ ഒളിച്ചു കേൾക്കാൻ വരുന്നത്? അവൾക്കാകെ ഇറിറ്റേഷനായി. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. മോളെ നയനേ, താഴെ നിന്ന് അച്ഛൻ വിളിച്ചു തുടങ്ങി. എത്ര സമയമായി നിന്നെ വിളിക്കുന്നു? കാണാത്തത് കൊണ്ട് അച്ഛൻ മുകളിലേക്ക് വന്നത്. ഭക്ഷണം കഴിക്കാൻ സമയമായി. എത്ര മണിയായി നോക്കിക്കേ. അവൾ നോക്കുമ്പോൾ അതാ സമയം ഏതാണ്ട് 2 മണിയായിട്ടുണ്ട്. ഈശ്വര, അച്ഛനെ കുറ്റം പറയാൻ പറ്റില്ല. താനിനി വല്ല തലചുറ്റി മുകളിൽ കിടക്കുകയാണോ എന്നറിയണ്ടേ? അതിനുവേണ്ടി വന്നതാണെങ്കിലോ? ചിലപ്പോൾ അങ്ങനെയാവും. അവൾ ആശ്വസിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഈ ഒരു മൊമെന്റ് അവളുടെ മനസ്സിൽ ഒരു ബ്ലാക്ക് സ്പോട്ടായി തന്നെ കിടന്നു കേട്ടോ. ഓരോ ദിവസവും ഇങ്ങനെ അച്ഛനും അവളുമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ തുടങ്ങി. ഓരോ സ്വകാര്യ നിമിഷവും. ചില ദിവസങ്ങളിൽ കുളിച്ചിറങ്ങുമ്പോൾ ബാത്റൂമിന്റെ മുമ്പിലായി അച്ഛനുണ്ടാകും. അങ്ങനെ ഓരോ രീതിയിലും ഇറിറ്റേഷനുള്ള രീതിയിൽ അച്ഛന്റെ പെരുമാറ്റമായി തുടങ്ങി. പതിയെ പതിയെ അച്ഛനെ അവൾ വീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതൊന്നും യാദൃച്ഛികമല്ല എന്ന് ഉറപ്പിക്കണമല്ലോ. എന്നാലല്ലേ ഭർത്താവിനോടോ അമ്മായിയമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയുള്ളൂ. അടുത്ത ദിവസം അച്ഛൻ മാത്രമുള്ള സമയത്ത് ആ ചെറിയ റൂമിലേക്ക് കയറി കതകടയ്ക്കുന്നത് അവൾ കണ്ടു. അതിനു മുന്നേ തന്റെ ചുറ്റിനുമായി ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു അടുക്കളയിലൊക്കെ. അവൾ അച്ഛനെ വീക്ഷിച്ചു തുടങ്ങുന്നെന്ന് പുള്ളിക്കും അറിയില്ലായിരുന്നു. രവീന്ദ്രൻ മാഷിന്റെ അടുത്ത് പുറത്തു നിന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കാണാൻ വരും. ഇതാണ് എന്റെ മോള്, എന്റെ സ്വന്തം മോളാണിവൾ എന്നൊക്കെ പറഞ്ഞ് ദേഹത്ത് ചേർത്ത് നിർത്തി അവരുടെ അടുത്ത് പരിചയപ്പെടുമ്പോഴെല്ലാം ആദ്യം നയനയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നാൽ ഇപ്പോളായി ദേഹത്ത് ചേർത്ത് നിർത്തുമ്പോഴൊക്കെ അവൾക്ക് ചെറിയ രീതിയിൽ അസ്വസ്ഥത വന്നു തുടങ്ങി. നല്ല രീതിയിൽ ലൂസുള്ള ചുരിദാറൊക്കെയാണ് ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ഒരു രീതിയിലും അച്ഛൻ അങ്ങോട്ടേക്ക് താൻ പ്രേരണ നൽകുന്നില്ല എന്ന് അവൾക്ക് സ്വയം ബോധ്യം വരാൻ വേണ്ടിയായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ പതിവ് പോലെ ആ മുറിയിൽ കയറി കതകടച്ചു. എന്നാൽ അവൾ നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് കുറ്റിയിട്ടിട്ടില്ല. നയനയ്ക്ക് കൗതുകം തോന്നി. അവൾ ഓടി അച്ഛന്റെ അമ്മയുടെയും ആ മുറിയിലേക്ക് ചെന്നു. ആ ചെറിയ വാതിലിലൂടെ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി. അതിനുള്ളിൽ മറ്റൊരു കുഞ്ഞു വാതിൽ കൂടി ഉണ്ട് കേട്ടോ. ആ വാതിലിൽ കൂടെ കയറുമ്പോഴാണ് വിശാലമായൊരു മുറിയിലേക്ക് എത്തുക. ആഹാ, പണ്ടത്തെ പത്തായം തന്നെ ഇത്. അതിനാണ് ഇതുപോലെ കതകൊക്കെ വെച്ചിരിക്കുന്നത്. ആദ്യമായി പത്തായം കാണുന്നതിന്റെ പുതുമയിലായിരുന്നു നയനയുണ്ടായിരുന്നത്. അകത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ ലൈബ്രറിയാണ്. ഇഷ്ടം പോലെ പുസ്തകങ്ങളുണ്ട്. ആഹാ, വെറുതെ അല്ല അച്ഛൻ ഇങ്ങോട്ടേക്ക് ആരെയും കയറ്റാത്തത്. പഠിപ്പിക്കുന്ന സമയത്തുണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അച്ഛന്റെ ചെറിയ ഒരു വർക്കിംഗ് റൂം പോലെ. നമ്മ പോലും അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നത് ആൾക്ക് ഇഷ്ടമല്ല. ഇപ്പോഴാണ് ആ സീക്രട്ട് റൂമിന്റെ ചുരുളഴിഞ്ഞത്. ഒരു നിമിഷം അവൾ തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുമ്പോഴേക്കും നയനയുടെ പേര് വിളിച്ച് ഒരു പ്രത്യേകതരം ശബ്ദം കേട്ടു. നയന മോളെ എന്നാണ് വിളിക്കുന്നത്. അച്ഛൻ താൻ വന്നത് അറിഞ്ഞോ എന്നുള്ള മട്ടിൽ അവൾ ചെവിയോർക്കുമ്പോഴേക്കും ആ വിളിയുടെ താളം മറ്റൊരു രീതിയിലാണ്. അല്പസമയം കാതോർത്തപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അച്ഛൻ അവിടെ സ്വയം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അവൾ വിചാരിച്ചതുപോലെ തന്നെ. അവിടെയുള്ള DVD പ്ലെയർ ഒരു പഴയ മോഡലാണ്. അത് പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊരു CD ആണ് കറങ്ങുന്നത്. കമ്പ്യൂട്ടറിലുള്ള രംഗങ്ങൾ കണ്ടപ്പോഴും അവൾ ഞെട്ടിപ്പോയി. പഴയ കാലത്തെ ഏതോ പടം തന്നെയാണ്. അതും ഇംഗ്ലീഷാണ് കേട്ടോ. എല്ലാ രീതിയിലും ഓപ്പൺ ആയിട്ടുള്ള ചലച്ചിത്രം തന്നെ. അത് കണ്ടുകൊണ്ട് അച്ഛൻ ധരിച്ചിരുന്ന ആ മുണ്ടൊക്കെ മറ്റെവിടെയൊക്കെയോ ഇട്ട് നല്ല ഒന്നാന്തര രീതിയിൽ സ്വന്തമായി ഇരുന്ന് ആസ്വദിക്കുകയാണ്. അതിലുള്ളിൽ എപ്പോഴും നയനയുടെ പേരും വിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവൾക്ക് മനസ്സിലായി തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് അച്ഛൻ ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള ഓരോ പുസ്തകങ്ങളും മാസികകളും അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതെ, പലതും അത്ര നല്ല രീതിയിലുള്ള പുസ്തകങ്ങളൊന്നുമല്ല. അച്ഛനാൾ കൊള്ളാമല്ലോ. 100 കണക്കിന് ഫാന്റസികളുള്ള ആളാണെന്ന് ഒരു നിമിഷം തന്നെ
ആ ലൈബ്രറിയിലേക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാം അതേ കണക്കിനുള്ള ബുക്കുകൾ തന്നെ. വെറുതെ അല്ല അമ്മയെപ്പോലും ഈ മുറിയിലേക്ക് അച്ഛൻ കയറ്റിക്കാത്തത്. ആ വീഡിയോ ഏതാണ്ട് 20 മിനിറ്റോളം അവിടെ നിന്ന് പ്ലേ ചെയ്തിരുന്നു. അത് മുഴുവനും കാണുന്നത് വരെ അച്ഛൻ സുഖിച്ചുകൊണ്ടേയിരുന്നു. ആ വീഡിയോ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് സങ്കടമായി. വേറൊരു കാര്യം എന്താന്നോ, വീഡിയോ കണ്ട് നയനയും ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഒരു പ്രായമായ മനുഷ്യനും ഒരു കിളുന്ത് യുവതിയുമായിരുന്നു അതിലെ നായികന്മാർ. ഇതുവരെ താൻ ഫോണിൽ കണ്ടപ്പോഴൊന്നും ഇത്രയും രസമുള്ളതൊന്നും കിട്ടിയില്ലായിരുന്നു. അവൾ ഓർത്തു, അച്ഛന്റെ സെലക്ഷനൊക്കെ കൊള്ളാം, അടിപൊളി. അടുത്ത വീഡിയോയും അതിന്റെ പിന്നാലെയായി വന്നു. 3-4 വീഡിയോസ് പിന്നാലെ കണ്ടുകൊണ്ടേയിരുന്നു. അച്ഛനോടൊപ്പം പുറത്തു നിന്ന് നയനയും അത് ആസ്വദിച്ച് കണ്ടു തുടങ്ങി. അപ്പോഴേക്കും നയനയുടെ പേര് വിളിച്ച് ഉച്ചത്തിലായിരുന്നു അയാൾ ഒരു പൂത്തിരി പൊട്ടിച്ചത്. അത് കണ്ടപ്പോഴേക്കും അവൾ സ്തംഭിച്ചു പോയി. ഇപ്പോഴാണ് അച്ഛന്റെ ആ ഉശിരൻ രൂപം മുഴുവനായി അവൾ കാണുന്നത്. ഈശ്വര, ഇത് ഏട്ടൻ്റേതുപോലെയൊന്നുമല്ല. എത്ര വ്യത്യാസമുണ്ട്. ഏട്ടൻ്റേതൊക്കെ എത്രയോ ചെറുതാണ്. ഇതങ്ങനെയൊന്നുമല്ല, ഭയങ്കര വലുത് തന്നെ, അവൾ മനസ്സിലോർത്തു. അത് കണ്ടപ്പോൾ അതും ഈ 20 മിനിറ്റിന്റെ ഒരു 3 വീഡിയോയോളം പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത്ര സമയമായിട്ടും അച്ഛന്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ ഏട്ടനെ പോലെയൊന്നുമല്ല. ഒരുപാട് സമയത്തേക്ക് അച്ഛനെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനും പറ്റും. അച്ഛനെ പറ്റി അവൾക്കുണ്ടായിരുന്ന എല്ലാ ഇമേജും മാറിപ്പോയി. കുറച്ചു സമയം കൊണ്ട് അവളുടെ മനസ്സിൽ അച്ഛന് നല്ലൊരു ഗന്ധർവന്റെ പരിവേഷം തന്നെ ആയിപ്പോയിരുന്നു. നല്ല ഉറച്ച ശരീരവും ആ ഒത്ത ഉയരവും ആകാര ഭംഗിയുമെല്ലാം അവളെ ആകർഷിച്ചു പോയി. നയന കാലുകൾ തമ്മിൽ ഉരസി തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും അച്ഛൻ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ക്ലീൻ ചെയ്യുന്നത് അവൾ കണ്ടു. ഇപ്പോൾ തന്നെ ആൾ പുറത്തിറങ്ങും. ഓടി അവൾ പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുമ്പോഴേക്കും നയനയുടെ സാന്നിധ്യം അച്ഛൻ അവിടെ അറിഞ്ഞോ എന്ന് അവൾക്ക് സംശയമായി. ഈശ്വര, അച്ഛനത് കണ്ടുപിടിക്കുമോ? താനിവിടെ വന്നത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാകുമോ? ഇല്ലായിരിക്കും, അവൾ ഓർത്തു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ കതകൊക്കെ പൂട്ടി അച്ഛൻ പുറത്തിറങ്ങുന്നത് അവൾ അറിഞ്ഞു. പിന്നീട് നയനയ്ക്ക് ഓരോരോ നിമിഷങ്ങളും എങ്ങനെയെങ്കിലും കുറച്ച് സുഖിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഈ 2 മാസക്കാലമായി കിട്ടിയിരുന്ന സുഖമൊന്നും ഒരു സുഖമല്ലെന്ന് അവൾക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങി. കാരണം പെട്ടെന്ന് സ്റ്റാമിന കഴിയുന്ന ആളായിരുന്നു രാഹുലേട്ടൻ. വേഗം ക്ഷീണിക്കുകയും ചെയ്യും. അച്ഛനാണെങ്കിലോ എത്ര സമയമാണ് അവിടെ തകർത്തുകൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും അച്ഛന്റെ അടുത്ത് നിന്ന് കുറച്ചെങ്കിലും കൈക്കലാക്കാൻ പറ്റിയാൽ ഭാഗ്യവതിയായ മരുമോളാവും താൻ, അവൾ മനസ്സിലോർത്തു. അടുത്ത നിമിഷം മുതൽ അച്ഛനെ എങ്ങനെയെങ്കിലും ട്യൂൺ ചെയ്താലോ എന്നുള്ള ചിന്ത അവളുടെ മനസ്സിലെത്തി. അതൊക്കെ മോശമല്ലേ, അവൾ ഓർത്തു. എന്തു മോശം? നാട്ടിൽ നല്ല പേരുള്ള ഒരാളാണ് അച്ഛൻ. രാഹുലിനാണെങ്കിലോ അച്ഛനും അമ്മയും കൺകണ്ട ദൈവം. അമ്മയ്ക്കും ഭർത്താവെന്ന് വെച്ചാൽ ജീവനാണ്. തനിക്കും അയാളോട് ബഹുമാനം തന്നെ. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങിയാൽ ആരും അതിനെ സംശയിക്കാനും പോകുന്നില്ല. അച്ഛന് തന്നോട് എന്തായാലും ഈ രീതിയിലുള്ള ഒരു ആകർഷണം ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണ് തന്റെ പേര് വിളിച്ചുകൊണ്ട് അച്ഛൻ ഓരോന്ന് ചെയ്തത്. അപ്പോൾ തീർച്ചയായും അച്ഛനെ തനിക്ക് പ്രലോഭിപ്പിക്കാൻ പറ്റും, അവൾ മനസ്സിലോർത്തു. പിന്നീട് നയനയുടെ ദിവസങ്ങളായിരുന്നു. ഓരോ ദിവസവും രാഹുൽ ഫോൺ വിളിക്കുമ്പോൾ അവളിപ്പോൾ താല്പര്യമില്ലാത്തതുപോലെ സംസാരിക്കുന്നുണ്ട്. രാഹുലിനോട് അവൾക്കിപ്പോൾ ചെറിയ രീതിയിൽ പുച്ഛമാണ്. മറ്റൊന്നുമല്ല, അച്ഛന്റെ ആ ഉഷാറുള്ളത് കണ്ടപ്പോൾ തുടങ്ങി അവളുടെ മനസ്സ് മാറി. പതിയെ അച്ഛന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവൾ ചുരിദാർ ഉപേക്ഷിച്ചു. നൈറ്റിയാണ് വേഷം കേട്ടോ. ആ നൈറ്റിയിൽ അച്ഛനെ കാണിക്കാൻ വേണ്ടി അവൾ നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു തുടങ്ങി. അച്ഛൻ ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാൻ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നിരുന്നത്. മുറ്റമടിക്കുമ്പോഴും ചെടി നടുമ്പോഴും എല്ലാം അവൾ ലൂസായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുമ്പോൾ അച്ഛന് ഇടയ്ക്കിടയ്ക്കായി ദർശന സുഖം കിട്ടിത്തുടങ്ങി. രവീന്ദ്രൻ മാഷിന്റെ മനസ്സ് നന്നായി തന്നെ ഇടറി. മരുമകളിലേക്ക് പൂർണ്ണമായി തന്നെ ചാഞ്ഞു തുടങ്ങി. അവളുടെ കാലിലുള്ള പാദസരവും ഇടയ്ക്കിടയ്ക്ക് ചുരിദാർ ധരിക്കുമ്പോൾ അരയിൽ ഞാന്നു കിടക്കുന്ന അരഞ്ഞാണവും ആ താലിമാലയും എന്ന് വേണ്ട അവളുടെ ഓരോ ഇഞ്ചും അയാൾ കണ്ണുകൊണ്ട് കോരി കുടിക്കുന്ന അവസ്ഥയിലെത്തി. അവളും ഇപ്പോൾ അച്ഛനെ ഓരോന്ന് പ്രദർശിപ്പിക്കുന്നത് ആസ്വദിച്ചു തുടങ്ങി. പതിയെ രണ്ടുപേർക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള അട്രാക്ഷൻ മനസ്സിലായി തുടങ്ങി.
അങ്ങനെ ആ ദിവസം വന്നെത്തി. ഒരു ദിവസം അതേപോലെ ഇടിയും മിന്നലുമുള്ള മഴയുള്ള ആ ദിവസം മുകളിലേക്ക് അയാൾ കയറി. റൂം മുഴുവൻ അടിച്ചു വരാൻ നിൽക്കുകയായിരുന്നു അന്ന് നയന. തട്ടിൻപുറമൊക്കെ കാലുകളിലൂന്നി അവൾ വൃത്തിയാക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടു രവീന്ദ്ര മാഷ്. ആ അച്ഛനെന്താ ഇവിടെ? പൊടിയടിക്കും, അച്ഛൻ താഴേക്ക് പോയിക്കോ. വേണ്ട മോളെ, ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എത്ര നേരം എന്ന് വെച്ചാ ഒറ്റയ്ക്ക്? ബോറടിച്ചു. മോളുള്ളപ്പോൾ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നിൽക്കാമെന്ന് വിചാരിച്ചു. ആ സമയം അത്രയും അവളുടെ ദേഹം മുഴുവൻ അയാളുടെ കണ്ണുകൾ പരതുകയായിരുന്നു. നല്ല നയസായ തുണിയാണ് ആ നൈറ്റിയുടേത്. അവളുടെ ദേഹത്തെ കൊട്ടി കിടക്കുന്നുണ്ട്. ഷേപ്പുകളൊക്കെ എടുത്തറിയാം. അയാൾ കൊതിയോടെ ചുണ്ട് നനച്ചുകൊണ്ട് അത് മുഴുവൻ ആസ്വദിക്കുകയാണ്. അച്ഛൻ കണ്ടു സുഖിക്കുന്നത് നയനയ്ക്കും നന്നായി രസം പിടിച്ചു. ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കാനായി കുനിഞ്ഞു നിവർന്നുമൊക്കെ അവൾ ഓരോ സാധനങ്ങൾ എടുത്ത് അടുക്കിപ്പെറുക്കി വെച്ചു തുടങ്ങി. തട്ടിൻപുറത്തേക്ക് വലിയൊരു പെട്ടി കയറ്റി വെക്കണമായിരുന്നു നയനയ്ക്ക്. അവള് ആ ബോക്സ് എടുത്ത് ഉയർത്തി കാലുകളിലൂന്നി മുകളിലേക്കായുമ്പോൾ മോൾക്ക് പിടിക്കാൻ പറ്റുന്നില്ലേ, അച്ഛൻ സഹായിക്കാമെന്ന് പറഞ്ഞ് പിറകിൽ വന്നു നിന്ന് അയാൾ അവളെ സഹായിച്ചു തുടങ്ങി. അതിനിടയിൽ അവൾ അറിയാതെ അയാൾ ദേഹത്ത് പലതും ഇട്ട് ഉരുമാൻ തുടങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ എന്താണ് മുട്ടുന്നതെന്ന് അവൾക്ക് വ്യക്തമായി മനസ്സിലായി. അതായിരുന്നു ആദ്യത്തെ സ്പാർക്ക്. കുറച്ചു സമയമേ അങ്ങനെ രണ്ടുപേർക്കും സഹിച്ചു പിടിച്ച് നീണ്ടു നിൽക്കാൻ കഴിഞ്ഞുള്ളൂ. നയനയിൽ നിന്ന് ഉയർന്നു വരുന്ന ശ്വാസോച്ഛ്വാസം പെട്ടെന്ന് രവീന്ദ്രൻ മാഷിന് മനസ്സിലായി. ഒരു നിമിഷം പോലും അയാൾ പാഴാക്കിയില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ പെട്ടി കുടഞ്ഞ് അയാൾ സൈഡിലേക്ക് മാറ്റിവെച്ചു. ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ കഥ കടിച്ച് രവീന്ദ്രൻ കുറ്റിയിട്ടു. അവളെ വാരിപ്പുണർന്നു. പിന്നീട് അവിടെ നടന്നത് ആ അമ്മായിയച്ഛന്റെ ഒരു തേരോട്ടമായിരുന്നു. കിളിന്ത മരുമകളുടെ മേലേക്കുള്ള അയാളുടെ ഒരു ഒന്നൊന്നര തേരോട്ടം. കൊതിയോടെ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും തീർത്തു കൊടുത്തു. 2 മാസത്തേക്കുള്ള ആ സന്തോഷം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ഈ 3-4 മാസം കൂടെ അവിടെ കഴിഞ്ഞത്. എല്ലാ ആഗ്രഹങ്ങളും തീർത്തടക്കി കൊടുത്തു ആ അമ്മായിയച്ഛൻ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആൾ ഇത്രയും നന്നായി പെർഫോം ചെയ്യുമെന്ന്. മോശമാവില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ഒരു പടി തന്നെ ഒന്നാന്തരം പെർഫോമൻസ് കാഴ്ചവെച്ചു കൊടുത്തു രവീന്ദ്ര മാഷ്. സന്തോഷത്തിൽ മതിമറന്ന് പുളഞ്ഞു പോയി അന്ന് നയന. അമ്മായിയമ്മ വരുന്നത് വരെ ധാരാളം സമയമുണ്ടായിരുന്നു രണ്ടുപേർക്കും. പരസ്പരം സ്വർഗം കണ്ടും സ്വർഗം കാണിച്ചും ആ ദിവസം അവർ നല്ല ഒന്നാന്തരമായി തന്നെ സെലിബ്രേറ്റ് ചെയ്തു. അന്ന് ഭർത്താവിനെ ഫോൺ വിളിക്കുമ്പോൾ ചെറിയ കുറ്റബോധം അവൾക്ക് തോന്നിയിരുന്നു. എങ്കിലും ശരീരത്തിന്റെ ആവശ്യമായിരുന്നു നയനയ്ക്ക് മുൻഗണന. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും അമ്മായിയമ്മ പോയി കഴിയുമ്പോൾ രണ്ടുപേരും ആഘോഷിച്ചു തുടങ്ങി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവളുടെ ശരീരത്തിന് നല്ല വ്യത്യാസം വന്നു. ആകെ പെണ്ണൊന്ന് പുഷ്ടിപ്പെട്ടു. തിരിച്ചു വരുമ്പോഴേക്കും ഭർത്താവ് കണ്ടുപിടിച്ചു അത്. എടി നയനെ, നീ ഭക്ഷണം കഴിക്കുന്നത് കുറക്കിട്ടോ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ നന്നായി തുടുത്തിട്ടുണ്ട് നീ. നയന മനസ്സിലോർത്തു. അതിപ്പോൾ ഞാൻ പ്രോട്ടീൻ ഷെയ്ക്കാണ് ഏട്ടാ ഇടയ്ക്ക് കുടിക്കാറുള്ളത്, അതുകൊണ്ടാവും എന്റെ ശരീരത്തിന് ഇത്രയും പുഷ്ടി. അവൾ ഓർത്തു. ഇവളീ പറഞ്ഞത് കേട്ടപ്പോൾ നല്ല പോലെ ഊറി ചിരിച്ചുകൊണ്ടാണ് രവീന്ദ്രൻ മാഷ് മുറിക്ക് പുറത്തുകൂടെ അങ്ങോട്ട് നടന്നു പോയത്. എന്റെ മോൻ തന്നെയാണോ ഇവൻ? ഇവന് തീരെ കഴിവില്ലാതായല്ലോ, മണ്ടൻ. അയാൾ മനസ്സിലോർത്തു. ഇത്രയും ഒന്നാം തരം പെണ്ണിനെ കിട്ടിയിട്ടും ആശ തീർത്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനൊരു കഴിവില്ലാത്തവനാവും. അയാൾ മകനെ പറ്റി അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അയാളുടെ ആഗ്രഹം പോലെ തന്നെ വിദേശത്തേക്ക് പോവാനുള്ള ആ പോക്ക് നയന ഇപ്പോൾ താല്പര്യമില്ലെന്നും 6 മാസം കൂടി കഴിയട്ടെ എന്നും പറഞ്ഞു. നല്ല ഒന്നാന്തരം രീതിയിൽ അമ്മായി അച്ഛന്റെ അടുത്ത് അവൾക്ക് സുഖിക്കണമായിരുന്നു. അതിനുവേണ്ടി ഭർത്താവിനെ അവൾ വീണ്ടും പറഞ്ഞു വിട്ടു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ശരീരത്തിൽ നിന്ന് വരുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലായി. അതെ, താൻ ഗർഭിണിയാണ്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നു. അത് തീർച്ചയായും തന്റെ അമ്മായിയച്ഛൻ്റെതാണെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. എങ്കിലും ആ വിശേഷം അവൾ അമ്മായിയച്ഛനോട് മാത്രമായി പറഞ്ഞു. ആഹാ, തന്റെ മരുമോളുടെ ഉള്ളിൽ തന്റെ വിത്ത് കിളിർക്കുന്നു. അയാൾക്ക് അതിലും വലിയ സന്തോഷം വേറെ വരാനുണ്ടായിരുന്നില്ല. എന്നാൽ മോനാവട്ടെ ഇതൊന്നും അറിയാതെ തന്റെ ഭാര്യയിൽ വളരുന്നത് തന്റെ കുഞ്ഞാണെന്ന് തന്നെ വിചാരിച്ച് അവൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് വരണ്ടേ ഏട്ടാ, എനിക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ടല്ലോ. അവൾ രാഹുലിനെ നാട്ടിലേക്ക് വരുത്താതിരിക്കാൻ
മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്നാലല്ലേ അമ്മായിയച്ഛന്റെ ചൂടും ചൂരും അവൾക്ക് കിട്ടുകയുള്ളൂ. അതാണ് നമ്മുടെ നയനയുടെ കഥ. തന്റെ ഭാര്യയ്ക്കല്ലാതെ മരുമോൾക്ക് കൂടെ സ്വന്തമായി ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയുന്ന ആ അമ്മായിയച്ഛന്റെ ഒരു യോഗം. പ്രത്യേകിച്ച് നയനയെ പോലെ നല്ലൊരു സുന്ദരി പെണ്ണും കൂടെ ആകുമ്പോൾ പറയാനുണ്ടോ? ഭർത്താവിന്റെ അച്ഛനിൽ നിന്ന് ഗർഭവതിയാവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമായി തന്നെ നയനയും എടുത്തു. നല്ല ഉശിരുള്ള ഒരച്ഛന്റെ മോൻ തന്നെ ആവും തനിക്ക് പിറക്കാൻ പോകുന്നത് അവൾ മനസ്സിലോർത്തു. നയനയുടെയും രവീന്ദ്രന്റെയും കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. കഥ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ഇടാനും മറക്കരുത്. ഇതിന്റെ ഓപ്പൺ വേർഷൻ നമ്മുടെ ടെലിഗ്രാം എക്സ്ക്ലൂസീവ് ചാനലിൽ കിട്ടും. അപ്പോൾ അതിഷ്ടമുള്ളവർ നേരെ അങ്ങോട്ടേക്ക് പോരെ. അടുത്ത ദിവസം മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരാം. ബൈ ബൈ.